മുനമ്പം ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള സർക്കാർ ഇടപെടലിൽ സംതൃപ്തി അറിയിച്ച മുനമ്പം ജനത. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ ധരിപ്പിച്ചതിനെ തുടർന്നാണ് കരമടയ്ക്കാമെന്ന അനുകൂല ഉത്തരവുണ്ടായതെന്നും മുനമ്പം നിവാസികൾ ചൂണ്ടിക്കാട്ടി. മുനമ്പം വിഷയത്തിൽ പലരും രാഷ്ട്രീയ മുതലെടുപ്പിനായി ശ്രമിച്ചപ്പോഴും സംസ്ഥാന സർക്കാരിലായിരുന്നു തങ്ങൾക്ക് ഉറച്ച വിശ്വാസമെന്നും മുനമ്പത്തുകാർ വ്യക്തമാക്കി. വസ്തുവിന് കരമടയ്ക്കാൻ അനുവദിച്ചുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നതോടെ ആശ്വാസത്തിലായ മുനമ്പം ജനത പ്രശ്നപരിഹാരത്തിനായുള്ള സർക്കാർ ഇടപെടലിൽ പൂർണ്ണ തൃപ്തരാണ്. സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചതും കമ്മീഷൻ നിയമനം കോടതി റദ്ദാക്കിയപ്പോൾ അപ്പീൽ സമർപ്പിച്ച് അനുകൂല വിധി നേടിയെടുത്തതും ഉൾപ്പെടെ മുനമ്പം വിഷയത്തിൽ സർക്കാർ നടത്തുന്ന ആത്മാർത്ഥമായ ഇടപെടലുകൾ തിരിച്ചറിയുന്നതായും മുനമ്പം നിവാസിയായ ജോസി പറഞ്ഞു. ആ ജുഡീഷ്യൽ കമ്മീഷൻ വന്ന സമയത്ത് കമ്മീഷനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കുറച്ച് യൂട്യൂബുകളും കുറച്ച് തൽപരകക്ഷികൾ ഇതിനകത്ത് പങ്കെടുത്ത് പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വാസികൾ ഈ മുനമ്പത്തുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നു സർക്കാർ ഞങ്ങളുടെ നിൽക്കുമെന്നും സർക്കാർ അതിന് പരിഹാരം കാണുമെന്നും. ഈ വിധി നമ്മൾക്ക് അനുകൂലമായി വന്നപ്പോഴാണ് ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് വന്നിരുന്നു. പക്ഷേ അതൊന്നും അവിടെ നടപ്പായുമില്ല, ചെയ്തുമില്ല. അവസാനം ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ തന്നെ കഴിഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ശരിവെച്ചുള്ള ഡിവിഷൻ ബെഞ്ച് വിധിയിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയായി കണക്കാക്കാനാകില്ലെന്ന സുപ്രധാന നിരീക്ഷണം കോടതി നടത്തിയത്. ഈ ഉത്തരവ് മുൻനിർത്തിയാണ് മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ അനുമതി നൽകണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഇത് അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് കരമടയ്ക്കാൻ അനുമതി നൽകുകയും ചെയ്തു. സർക്കാർ ഇടപെടലിന്റെ ഭാഗമായുണ്ടായ അനുകൂല ഉത്തരവാണെങ്കിലും അതിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് മുനമ്പത്തുകാരനായ ബെന്നി പറഞ്ഞു. ഈ വിധി വന്നതിനകത്ത് എല്ലാവരും തൃപ്തരാണ്. പക്ഷേ ഈ വിധി വേറെ ആരുടെയോ നേട്ടമാക്കി മാറ്റാനുള്ള ചില ഗൂഢപ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അത് കാലം തെളിയിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.